ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു വാൾ ഡെക്കർ ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു വാൾ ഡെക്കറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വലിയൊരു പീസ് കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കുറച്ചൊരു വലിയൊരു പീസ് തന്നെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല കട്ടിയുള്ള ടൈപ്പ് ഒരു കാർഡ്ബോർഡ് നോക്കിയിട്ട് എടുക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കാർഡ്ബോർഡിൻ്റെ വേറൊരു പീസാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് റൗണ്ട് ഷേപ്പ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഒരേ വലുപ്പത്തിലുള്ള കുറച്ച് ചെറുതും വലുതൊക്കെ ആയിട്ട് 2-3 സൈസിലുള്ള കുറച്ച് റൗണ്ട് ഷേപ്പും നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബോട്ടിൽസിൻ്റെ ഒക്കെ ക്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളൊരു 3 സൈസിലാണ് വേണ്ടത്. കുറച്ചൊരു വലുത്, പിന്നെ അതിനേക്കാളും കുറച്ചൊരു ചെറുത്, പിന്നെ നല്ല ചെറുതായിട്ടുള്ള ടൈപ്പ്. അപ്പോൾ അങ്ങനെ 3 സൈസിൽ നമ്മൾ കുറച്ചധികം തന്നെ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മളിവിടെ കുറച്ചധികം റൗണ്ട് ഷേപ്പൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഒരു വലിയത് ഒരു 5-6 എണ്ണമൊക്കെ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത സൈസുള്ളത് കുറച്ചും കൂടി ഒരു നമ്പർ കൂട്ടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറുത് കുറച്ചധികം, അപ്പോൾ അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. വീഡിയോൻ്റെ ഒരു ലെങ്ത്ത് ഒരുപാട് ഇങ്ങ് കൂടും. നിങ്ങൾക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പൊക്കെ കട്ട് ചെയ്യാനായിട്ട് കാർഡ്ബോർഡിന് പകരം തെർമോക്കോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എന്നാലും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ തെർമോക്കോളൊക്കെ ആകുമ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ കാർഡ്ബോർഡ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫെവിക്കോളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പൊക്കെ നമ്മൾ ഈ ബേസ് ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ആദ്യം ആ ഒരു വലിയൊരു ടൈപ്പിലുള്ള സൈസിലുള്ളതുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്ത ഒരു പീസ്, അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ആ ഒരു വലിയ സർക്കിൾ ഷേപ്പൊക്കെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് അടുത്തല്ല, കുറച്ചിങ്ങനെ വിട്ടിട്ട് പൊങ്ങിയും താന്നൊക്കെ നിൽക്കുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത സൈസിലുള്ള ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നിങ്ങനെ ഇതിൻ്റെ മേലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഇതിനേക്കാളും കുറച്ചുകൂടി എണ്ണം കൂടുതലുണ്ട്. അപ്പോൾ അത് നമ്മളൊരു ഏകദേശം ഒരു 2 റോ പോലെയൊക്കെ ആയിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് ആ ഒരു ചെറിയ റൗണ്ട് ഷേപ്പാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ മേലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് മേലെ ഭാഗത്തൊന്നിങ്ങനെ ഒഴിവാക്കിയിടുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 1-2 പീസ് ചെറിയ പീസൊക്കെ നമ്മൾ ആ ഒരു വലിയ റൗണ്ട് ഷേപ്പിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങനെ ഒട്ടിച്ചിട്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചതൊക്കെ നന്നായിട്ടൊന്ന് സ്റ്റിക്കായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസസൊക്കെ ഒരിക്കലും ഇങ്ങനെ ഇളകി പോകാതിരിക്കാനായിട്ട് ഇതിൻ്റെ മേലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഫെവിക്കോള് 2:1 റേഷ്യോയിൽ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. നമ്മൾ ആ ഒരു ഫെവിക്കോൾ വാട്ടർ മിക്സ് ഇല്ലേ, അപ്പോൾ അതൊന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതിൻ്റെ മേലെ കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ആ ഓരോ ടിഷ്യൂ പേപ്പറും ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ സൈഡ്സിലൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ സ്റ്റിക്കായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ബോർഡ് കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള ഒരു കുഞ്ഞു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തപ്പോൾ മുതൽ മോൾ എൻ്റെ കൂടെയാണ് കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഞാൻ അത് എടുത്തുകൊണ്ട് പോയിരുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, അതിൻ്റെ ബാക്കിലൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ നമ്പേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കുഞ്ഞിങ്ങനെ പീസൊക്കെ കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാനിത് ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുൾ ടൈം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു റൗണ്ട് ഷേപ്പ് വെച്ച ആ ഭാഗത്തൊക്കെ ഞാൻ 2 ലെയറായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ നമ്മൾ ഫെവിക്കോൾ വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ ആ റൗണ്ട് ഷേപ്പിന് ചുറ്റും ചെയ്തെടുക്കണേ. അപ്പോൾ ഞാനിങ്ങനെ 1-2 സ്ഥലത്തൊന്നും അത്ര ശരിക്കും അങ്ങ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് കീറിപ്പോവും. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആക്രിലിക് പെയിൻറ്റിലെ പ്രഷ്യൻ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ഒരു ട്രേയിലേക്ക് ആദ്യം പെയിൻറ്റ് ആക്കി എടുത്തിട്ട് നമ്മൾ സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പില്ലേ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അത് ഫുള്ളായിട്ട് ഇങ്ങനെ ആ ഒരു എല്ലാ ഭാഗത്തൊന്നും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം സ്പോഞ്ച് വെച്ചിട്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് അതിൻ്റെ ആ ഒരു സൈഡ്സൊക്കെ ചെയ്യാനായിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഫുള്ളായിട്ട് ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള പെയിൻറ്റ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ നോക്കിയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിത് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ മോള് കൂടെ ഉണ്ട് കേട്ടോ. അവൾക്കത് പെയിൻറ്റ് ചെയ്യണം. കട്ട് ചെയ്യാനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. കട്ട് ചെയ്യുന്ന സമയത്ത് ആ റൗണ്ട് ഷേപ്പ് വരയ്ക്കാനൊക്കെ മോളും മോനും കൂടിയാണ് എനിക്ക് ആ ഒരു ക്യാപ്പ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പൊക്കെ വരച്ച് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ആ ഒരു വാൾ ഡെക്കർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മെറ്റാലിക് ഗോൾഡാണ്.
അപ്പോൾ എൻ്റെ കയ്യിൽ മെറ്റാലിക് ഗോൾഡിൻ്റെ വലിയ ടിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല ലാഭമാണ്. അപ്പം ഇത്രയും ആ ഒരു പെയിൻറ്റിന് നമുക്ക് 300 സംതിങ് വരുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് ഇതിൽ ആ ഒരു റൗണ്ട് ഷേപ്പ് കണ്ടില്ല, അപ്പോൾ അതിനൊക്കെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ടച്ചിങ് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ മെറ്റാലിക് കൊടുത്തിട്ട് അത്രക്കൊരു ഭംഗി തോന്നില്ല കേട്ടോ. ഫുള്ള് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു ബ്ലൂ കളർ മാത്രമായതുകൊണ്ടാണ്. പിന്നെ ഞാനിതിൽ 2-3 കളറായിട്ടൊന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. താഴെ ഭാഗത്ത് ആ ഒരു ബ്ലൂ കളർ, പിന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ചുകൂടി ആ ഒരു ഷെയ്ഡൊന്നും ഇങ്ങനെ കുറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ ഒന്ന് 3 ഭാഗമായിട്ടൊന്ന് ഇങ്ങനെ കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഒരു താഴെ മാത്രം ആ ഒരു ഡാർക്ക് ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ ഈ ഒരു സ്കൈ ബ്ലൂ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ മേലെ ഭാഗത്തായിട്ട് ലൈറ്റ് ബ്ലൂ, അപ്പോൾ അങ്ങനെ 3 കളറായിട്ട് പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ബ്ലൂവിൻ്റെ 3 ഷെയ്ഡ്സ് ആയിട്ടൊന്നിങ്ങനെ 3 ഭാഗമായിട്ട് പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ താഴെ ഭാഗത്ത് നമ്മൾ പ്രഷ്യൻ ബ്ലൂ ആണ് യൂസ് ചെയ്തത്. പിന്നെ അതിൻ്റെ മേലെ ഭാഗത്ത് സ്കൈ ബ്ലൂ, പിന്നെ അതിൻ്റെ മേലെ നമ്മൾ സ്കൈ ബ്ലൂവിലേക്ക് കുറച്ച് വൈറ്റും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലൊരു ലൈറ്റ് ബ്ലൂ ആക്കി എടുത്തിട്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മെറ്റാലിക് ഗോൾഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ബൾക്കായിട്ടുള്ളൊരു ബോട്ടിലാണ്. 300 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ലാഭമാണ്. നമുക്കൊരു പെയിൻറ്റ് കുഞ്ഞ് ബോട്ടിൽ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ലാഭമാണ്. അപ്പോൾ നമ്മളൊരു സ്പോഞ്ച് കൊണ്ട് ഈ ഒരു പെയിൻറ്റ് നമ്മൾ നേരത്തെ ഇങ്ങനെ ചെയ്ത പോലെ ആ ഒരു സർക്കിൾസിൻ്റെ ഒരു സൈഡ്സിലൊക്കെ ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ആ ഒരു കുഞ്ഞ് സർക്കിൾസിൽ കംപ്ലീറ്റ് ആയിട്ടും, ആ വലിയ സർക്കിളിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്നിങ്ങനെ ആ ഒരു സൈഡ്സൊക്കെ ഒന്നിങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതുപോലെയുള്ള സിൽവർ കളർ മെറ്റാലിക് പെയിൻറ്റിൻ്റെ ബോട്ടിൽസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊരു 200 സംതിങ് അങ്ങനെ എന്തുവാണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ആ ഒരു സർക്കിൾസൊക്കെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ആ ലൈറ്റ് ബ്ലൂ ഇല്ലേ, അവിടെ സർക്കിൾസ് ഒന്നും ഒട്ടിക്കാത്ത ആ ഒരു ഭാഗത്തും ചെറുതായിട്ടും നമ്മളിങ്ങനെ സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഡാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ആ ഒരു സർക്കിൾസ് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ആ ഒരു സൈഡ്സ് അതുമാതിരി ബോർഡർ പോലെ ഒന്ന് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഗോൾഡൻ പെയിൻറ്റ് വെച്ചിട്ട് തന്നെ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസുകൾ മാത്രം വെച്ചിട്ടുള്ള അടിപൊളിയായിട്ട് വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വാളിലൊക്കെ ഒട്ടിച്ചാൽ നല്ലൊരു എലഗൻ ലുക്ക് തന്നെ വരും കേട്ടോ. നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുറേ വാൾ ഡെക്കേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാം കൂടെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണം ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.